ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലെ കട്ടൻ കുടിച്ചില്ലെങ്കിലുണ്ടല്ലോ അന്നത്തെ ദിവസം ഒരു ഉഷാറില്ലാത്ത പോലെ. എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു മടിയാണ് രാവിലെ കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ. പാൽച്ചായ കുടിക്കുന്നതിൽ എനിക്കിഷ്ടം കട്ടൻ കാപ്പി കുടിക്കുന്നതാണ് കേട്ടോ. എന്നാലും പാൽച്ചായ ഇഷ്ടമാണ്, പക്ഷേ രാവിലെ കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ സമാധാനമായിട്ടിരുന്ന കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ ഇന്നത്തെ ജോലിയൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നു. കുട്ടാപ്പി എഴുന്നേറ്റിട്ടില്ല. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. അത് കാരണം കുട്ടാപ്പി എഴുന്നേൽക്കുന്നതിന് മുമ്പ് കാപ്പിയൊക്കെ കുടിച്ച് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുകളിലത്തെ ബിൽഡിങ്, അതായത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ ബിൽഡിങ്ങിൽ പണി നടക്കുന്നതാണ്. ഇടയ്ക്ക് അവിടെ നല്ല സൗണ്ടുണ്ട്, പിന്നെ മോട്ടർ ഇട്ടേക്കുന്ന സൗണ്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവറൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിനകത്തേക്ക് ഇടുക. അതിനുശേഷം പച്ചമുളക്, സവോള, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മളന്ന് പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നു ഗരം മസാല, അതും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കടലക്കറി വെക്കുന്നത്. അപ്പോൾ അതിന് തേങ്ങ പൊതിച്ചെടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് തേങ്ങ ചിരണ്ടി അപ്പോഴത്തേന് ഞാൻ കുക്കറിൽ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കുമ്പോഴത്തേന് കടല വേകും. അപ്പോൾ നല്ലവണ്ണം കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കടലയിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങയും മുളക് പൊടിയും മീറ്റ് മസാലയും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങാക്കൊത്ത്, വേണമെങ്കിൽ കുക്കറിനകത്ത് കടല വേറുന്ന സമയത്ത് തേങ്ങാക്കൊത്തിടാം. ഞാൻ ഇതിനകത്ത് വറുത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് നല്ലവണ്ണം വറുത്ത് ചേർത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് നോക്കി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിനകത്തോട്ട് ഇടുക. അപ്പം നമുക്ക് പുട്ടിനുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്നും നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടും അരിപ്പുട്ടും ഒക്കെയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വാങ്ങിച്ച് പൊടിച്ചൊക്കെയാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ വാങ്ങിച്ചത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് തേങ്ങ, നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയും പുട്ടുപൊടിയും കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. പെട്ടെന്നാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 2-3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ചേ പുട്ടുണ്ടാക്കുന്നുള്ളൂ. പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഇടയ്ക്കിട്ട കാരണം പുട്ട് കുത്തിയിട്ടപ്പോഴത്തേനും അത് പൊട്ടിപ്പോയി. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കഴിക്കാനല്ലേ. അപ്പോൾ 2-3 കുറ്റി പുട്ടുകൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ രാവിലെ കഴിച്ചില്ലെങ്കിൽ മോൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നല്ല ചൂട് പുട്ടും കടലക്കറി, തേങ്ങ അരച്ച കടലക്കറിയും കട്ടൻ കാപ്പിയും ഒക്കെ ആയിട്ട് ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്ത് നോക്കണേ. നല്ല ചാറെല്ലാം നല്ല കുറുകയാണ് കേട്ടോ കടലക്കറി. നമ്മൾ കുറച്ച് കടലയും കൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ചാറ് നല്ല കുറുകി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നും അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും നല്ല വ്യത്യാസമായതുകൊണ്ട് വിചാരിച്ച് ചോളത്തിൻ്റെ പുട്ട് വേണ്ട, ആദ്യമായിട്ടുണ്ടാക്കുവാണ്. സൂപ്പറാണ്. അതിൻ്റെ കൂടെ വലിയ മസാല ഒന്നും ഇട്ടിട്ടില്ല. കടുക്കറി നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ബൈ.